നമസ്കാരം, ബിന്ദു വിനയനാണ്. ഇന്ന് താമരയുടെ പൂ കൊഴിഞ്ഞു വരുമ്പോൾ ഉണ്ടാവുന്ന ഈ വിത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: അക്രിലിക് പെയിൻറ് വേണം, അതെടുത്തിട്ടുണ്ട്. 2-3 കളറേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ താമരയുടെ വിത്തിൻ്റെ ഈ ഭാഗം കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഈ പോട്ടിലൊരു കഥയുണ്ട്. അത് എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുംഭകോണത്തായിരുന്നു. അവിടെ പൊങ്കൽ ആഘോഷത്തിന് പായസം വയ്ക്കുന്ന പാത്രമാണ്. ഞാനിപ്പോഴും വളരെ കരുതലോടെ സൂക്ഷിക്കുന്നു. അതിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഫ്ലവർ മേക്കിങ്ങിൽ ഭംഗി കൂട്ടാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായ സാധനമാണ്. എനിക്കിഷ്ടം ഉണങ്ങിയ ഇലകളൊക്കെ ബാക്കിൽ വെച്ച് ഭംഗിയാക്കുന്നതാണ്. ഈ പനേര ഉണങ്ങിയ ഇലയൊക്കെ നല്ല ഭംഗിയായിരിക്കും. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിത് വയ്ക്കുന്നത്. ഞാൻ അക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നന്നായി പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ പോഡിലൊക്കെ ഈ പെയിൻറ് നന്നായി ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത കളറുകൾ വൈറ്റ്, യെല്ലോ, ഗോൾഡൻ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ആർട്ടിഫിഷ്യലായ ഇത് ഇതിനുള്ളിലേക്ക് ഞാൻ വെക്കുകയാണ്, ഫ്ലവർ പോട്ടിലേക്ക്. ഒരു ചട്ടിയിൽ മണ്ണിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പെയിൻ്റ് അടിച്ച ഈ താമരയുടെ ബോർഡുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് കുത്തി വയ്ക്കാം. പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ താങ്ക് യു.